ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മിറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ PSC 14 തസ്തികകളിലേക്ക് ഉടൻ തന്നെ വിജ്ഞാപനം വരുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ PSC ഇന്നലെ, അതായത് 2026 ഓഗസ്റ്റ് 10 ചേർന്ന കമ്മീഷൻ പ്രകാരമാണ് ഈ വിജ്ഞാപനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ 14 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് ഉടൻ വരാൻ വേണ്ടി പോകുന്നത്. അതിൽ ജനറൽ റിക്രൂട്ട്മെന്റ്, സംസ്ഥാന തലത്തിലെ ജനറൽ റിക്രൂട്ട്മെന്റിൽ 6 തസ്തികകൾ വരുന്നുണ്ട്. ഒന്നാമത്തത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ആർട്ടിസ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തത് മലബാർ സിമെന്റ്സ് ലിമിറ്റഡിൽ കോമ്പൗണ്ടർ ഗ്രേഡ് 4, അതുപോലെ തന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ പ്ലംബർ ആണ്. ഇത് തസ്തിക മാറ്റം മുഖേനയുള്ളതാണ്. അതുപോലെ നാലാമത്തെ തസ്തിക എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ലബോറട്ടറി അറ്റൻഡർ ആയിട്ട്. അതുപോലെ അഞ്ചാമത്തെ തസ്തിക എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് ആണ്, പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറിയിലാണ്. അതുപോലെ ആറാമത്തെ തസ്തിക വരുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ തസ്തിക മാറ്റം മുഖേനയാണ് വരുന്നത്. ഇതാണ് 6 ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അടുത്തത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. സംസ്ഥാനതല സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ ഒരു തസ്തികയുണ്ട്. അതെന്ന് പറയുന്നത് സംസ്ഥാന പുരാവസ്തു വകുപ്പിൽ കൺസർവേഷൻ ഓഫീസർ ആയിട്ടാണ്, പട്ടികജാതി പട്ടികവർഗത്തിലാണത്. അതുപോലെ തന്നെ NCA റിക്രൂട്ട്മെന്റ് ഉണ്ട് സംസ്ഥാന തലത്തിൽ. അതിലെ തസ്തിക എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ ഇൻ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി ഈഴവ തീയ ബില്ലവ. അതുപോലെ രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡയറ്റ് ലെക്ചറർ ഇൻ അറബിക് ഈഴവ തീയ ബില്ലവയാണ്. അതുപോലെ തന്നെ പോലീസ് വകുപ്പിൽ ബാൻഡ് യൂണിറ്റ് പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബ്യൂഗ്ലർ ഡ്രമ്മർ OBC ആണ്. അതുപോലെ തന്നെ നാലാമത്തെ തസ്തിക എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. അതുപോലെ തന്നെ SCCC ആണ്. അതുപോലെ LC, അതുപോലെ AI വിശ്വകർമ്മ SIUC നാടാറാണ്. അതുപോലെ അഞ്ചാമത്തെ തസ്തിക എന്ന് പറയുന്നത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസർ ആണ്. അത് SCCC ആണ്. അതുപോലെ തന്നെ ആറാമത്തെ തസ്തിക എന്ന് പറയുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഇലക്ട്രീഷ്യനാണ്, LCAI ആണ്. അതുപോലെ ജില്ലാ തലത്തിലുള്ള NCA റിക്രൂട്ട്മെന്റിന് ഒരു തസ്തികയുണ്ട്. വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, LCAI മുസ്ലിം പട്ടികജാതി SIUC നാടാർ SCCC ആണ്. അപ്പം ഇത്രയും 14 തസ്തികകളിലേക്കാണ് PSCയുടെ വിജ്ഞാപനം വരുന്നത്. ഇതിന്റെ അസാധാരണ ഗസറ്റ് തീയതി 31/8/2026 ഓഗസ്റ്റ് 31 അത് പ്രകാരം ഉള്ള നോട്ടിഫിക്കേഷന്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 7/10/2026. അപ്പോൾ ഈ ഒരു തസ്തികകളിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത് 2026 സെപ്റ്റംബർ 1 ലക്കത്തിലെ PSC ബുള്ളറ്റിനിലായിരിക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുക. ഇപ്പം നമുക്ക് ഈ 14 വിജ്ഞാപനങ്ങളിൽ 14 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം വരും എന്നുള്ളൊരു ഡീറ്റെയിൽസ് മാത്രമേ അറിയുള്ളൂ. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ഒരു PSC ബുള്ളറ്റിന് പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നോക്കിക്കേ, നമുക്കൊരു ലോങ് ടേം LDC ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ബാച്ചിലേക്കായിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ സമയം എപ്പോഴും വൈകിട്ടായിരിക്കും ടൈം കൂടുതൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ കൂടാതെ ലൈവ് ക്ലാസ്സുകളുടെ ആ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ എല്ലാ നോട്ട്സും നമ്മൾ PDF ആയിട്ട് പ്രിൻ്റബിൾ PDF നോട്ട്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഓരോരോ നമ്മുടെ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മന്ത്ലിയും വീക്ക്ലിയും ഒക്കെ ആയിട്ട് ടെസ്റ്റ് സീരീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ പരീക്ഷയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 24/7 ഫാക്കൽറ്റി സപ്പോർട്ടും മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7907365854 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു.